ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്കിത് ഇഫ്താറിനും അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ചിക്കൻ പോള. നമുക്കിത് ഇറച്ചി വെച്ചിട്ടും ചെയ്യാം, അതുപോലെ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണ്. നല്ല ചൂടായിട്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കടായി. അപ്പോൾ അതിലോട്ട് 2-3 ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് സവാള അരിഞ്ഞത് 2 ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാകും. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അങ്ങനെ നല്ലോണം ബ്രൗൺ കളർ ആകണമെന്നൊന്നുമില്ല കേട്ടോ, ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല പൗഡർ അല്ലെങ്കിൽ ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുരുമുളക് പൊടിയുടെ അളവ് 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബീഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചിക്കൻ അല്ലെങ്കിൽ ബീഫൊക്കെ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്നാക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ ഒരു വേവിക്കുന്ന പണിയൊക്കെ നമുക്ക് ലാഭിക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചിക്കൻ വേവിക്കുമ്പോൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് ചിക്കൻ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ച വെള്ളം ഇല്ലെങ്കിൽ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റാം കേട്ടോ. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ചിക്കനിലോട്ടൊക്കെ നല്ലോണം പിടിച്ചിട്ട് ഒരു കുഴഞ്ഞ് വരുന്ന പരുവത്തിലാകുന്നുണ്ട് കേട്ടോ. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ 4 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു മുട്ട ഒന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മസാലയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഉപ്പൊക്കെ കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് റംസാനിൽ അങ്ങനെ ഉപ്പ് നോക്കാനൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മസാല ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നമുക്ക് അത്താഴത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കഴിച്ചോളും. അതുപോലെ ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്, കുറേ സമയമൊന്നും എടുക്കുന്നില്ല. സോസ് പാനിലാകുമ്പോൾ ഒരിച്ചിരി സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി, ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ സോസ് പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ വേറെ ഒരു സ്റ്റൗവിൽ ഒരു തവയും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനാണ്. ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഒരു ചൂടായ തവ ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചൂടായ തവയിലോട്ട് നമ്മൾ കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു തവയിലോട്ടാണ് നമ്മൾ അത് കമഴ്ത്തി കൊടുക്കുന്നത്. നെയ്യൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് മെല്ലെ കമഴ്ത്തി കൊടുക്കുക ഇതുപോലെ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകത്തിനുള്ള ബേക്കായിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് മാറ്റാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പീസൊക്കെ കഴിച്ചാൽ മതി, അത്യാവശ്യം വയറ് നിറയുന്നുണ്ട്. നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്